എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ സംസ്ഥാന നാമോൽപ്പത്തിയെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ആഹ്, ഒരുപാട് തെങ്ങ് വളരുന്ന സ്ഥലമായതുകൊണ്ടാണോ, കേരവൃക്ഷങ്ങളുടെ സ്ഥലമായതുകൊണ്ടാണോ കേരളം എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് വന്നത്? അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ഈ സ്ഥലത്തിൻ്റെ, ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഐതിഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ഒക്കെ നമുക്കൊക്കെ കുറച്ചൊക്കെ അറിവുണ്ട്, കുറച്ചറിവുകളുണ്ട്. ഐതിഹ്യപരമായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥ, ഭഗവാൻ പരശുരാമൻ കടലിൽ നിന്നും വീണ്ടെടുത്ത സഹ്യപർവ്വതത്തിനോട് ചേർത്ത് വെച്ച ഒരു സ്ഥലമാണ്, ഭൂപ്രദേശമാണെന്നുള്ളതാണ്. അപ്പോഴും ഒരു ചേർന്ന ഇടം എന്ന് അവിടെ വന്നു. ഭൂമിശാസ്ത്രപരമായിട്ട് ഈ കിഴക്കൻ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച ധാരാളം നദികൾ കടലിലേക്ക് ഒഴുകുകയും അവർ കൊണ്ടുവന്ന എക്കൽ മണ്ണ് ഈ പ്രദേശത്തടിയുകയും പിന്നീട് കടൽ ഉൾവലിഞ്ഞ് ഉപ്പുരസം കലർന്ന മണ്ണും ഈ എക്കൽ മണ്ണും എല്ലാം ചേർന്ന് ഒരു ഭൂപ്രദേശം രൂപപ്പെട്ടു വരികയും ചെയ്തുവെന്ന്. അങ്ങനെ അപ്പോഴും ഈ കിഴക്കൻ മലകളോട് ചേർന്ന് ഉള്ള ഒരിടം, ചേർന്ന ഇടം എന്ന് പറയാം. ചരിത്രപരമായിട്ട് നോക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ളതും വിസ്മയിപ്പിക്കുന്നതുമായിട്ടുള്ള കുറേ വസ്തുതകൾ നമുക്ക് കിട്ടുന്നത്. ചേര രാജാക്കന്മാരെ കുറിച്ചുള്ളതാണവ. പ്രാചീന കാലഘട്ടത്തിലെ ചേരലാതന്മാർ തൊട്ട് രണ്ടാമത്തെ വരവ് അവരുടെ കുലശേഖര പെരുമാക്കന്മാരായിട്ട് അവരെ കേരളം ഭരിച്ചപ്പോഴും വളരെ വിസ്മയകരമായ ഒരു കാലഘട്ടമായിരുന്നു. എല്ലാവരോടും സമത്വത്തോടു കൂടി പെരുമാറിയ, ഈ നാടിന് ധാരാളം സാംസ്കാരിക സംഭാവനകൾ തന്ന ഒരു ഭരണം അവർ തന്ന് എന്നിട്ടാണ് അവർ പിൻവാങ്ങിയത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ചേരന്മാർ ഭരിച്ച നാടായതുകൊണ്ട് ചേരളം എന്ന ഒരു ശുദ്ധ താലവ്യ ശബ്ദത്തിൽ നിന്നും പിന്നീട് ഭാഷ രൂപപ്പെട്ടു വന്നതിനോടൊപ്പം ഒരു ഖണ്ഡതാലവ്യമായ കേരളം എന്നതിലെത്തിച്ചേർന്നതാണോ? എന്തായാലും നമ്മുടെ ഒരു മരതക മണിമുത്തായ നമ്മുടെ ഈ മലയാള കേരള നാട്, എഴുത്തച്ഛൻ നല്ല ശുദ്ധീകരിച്ച്, ദ്രാവിഡവും സംസ്കൃതവും ചേർന്ന് ശുദ്ധീകരിച്ച് സമ്പുഷ്ടമാക്കി തരികയും ചെയ്തു ഭാഷ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തിയും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.